ഇന്ത്യയെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ എന്ന് പലർക്കും സംശയമാണ്. എന്നാൽ സംശയിക്കേണ്ട കാര്യമില്ല. നേരിട്ട് ഇന്ത്യയെക്കുറിച്ച് പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. 4 ഭാഗത്ത് കൃത്യമായിട്ട് ഇന്ത്യ എന്ന പേര് കൃത്യമായി ബൈബിളിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ചില സൂചനകൾ കൂടി ബൈബിളിൽ കാണാൻ പറ്റും. എസ്തേറിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1 തുടങ്ങി 3 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ്: ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹേസുരുസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ 3-ാം വർഷഭരണം തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദിയായിലെയും സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി. അതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ പ്രദേശവും ആ രാജഭരണത്തിന് കീഴിലായിരുന്നുവെന്നും ഇവിടുത്തെ നാടുവാഴികൾക്കും ഭക്ഷണം നൽകിയെന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എസ്തേറിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അക്കാലത്ത് 3-ാം മാസം സിവാൻ മാസം 23-ാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മെർദെഖായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലുമാണ് അത് എഴുതിയത്. അതിൻ്റെ അർത്ഥം ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടെ ഭാഷയിൽ അന്നത്തെ കാലത്ത് എഴുതിയിട്ടുണ്ടെന്നർത്ഥം. എസ്തേറിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്: മഹാരാജാവായ അഹേസുരുസ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും നമ്മുടെ ഭരണത്തോട് കൂറുള്ള ഏവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു എഴുത്ത് ആരംഭിക്കുന്നത് കാണാൻ പറ്റും. മക്കബായരുടെ 1-ാം പുസ്തകം 6-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്: ഓരോ ആനയുടെയും പുറത്ത് തടി കൊണ്ടുള്ള സുശക്തവും മറയ്ക്കപ്പെട്ടിരുന്നതുമായ അമ്പാരി ഉണ്ടായിരുന്നു. പ്രത്യേകമായ പടച്ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത്. ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ 4 പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനും ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരായ പാപ്പാൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ആനയും ഇന്ത്യയിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്ന് സാരം. ഇതുകൂടാതെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മക്കബായരുടെ പുസ്തകത്തിലുമൊക്കെ ഈ സോളമൻ രാജാവ് 3 വർഷം കൂടുമ്പോൾ കപ്പലിലൂടെ കുരങ്ങുകൾ, മയിലുകൾ എന്നിവയൊക്കെ അവിടെ കൊണ്ടുവന്നിരുന്നതായിട്ട് പറയുന്നുണ്ട്. ചരിത്രകാരന്മാർ പറയുന്നത് അത് ഇന്ത്യയിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നേരിട്ടല്ലാതെ ഇന്ത്യയുടെ സൂചനകൾ ബൈബിളിൽ പലയിടത്തും കാണാൻ പറ്റും.